കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു ജെറീക്കോയിൽ പ്രവേശിച്ച് അതിലൂടെ കടന്നു പോവുകയായിരുന്നു. അവിടെ സക്കേവൂസ് എന്ന് പേരുള്ള ഒരാളുണ്ടായിരുന്നു. അവൻ ചുങ്കക്കാരിൽ പ്രധാനനും ധനികനുമായിരുന്നു. യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായിരുന്നതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. യേശുവിനെ കാണാൻ വേണ്ടി അവൻ മുമ്പേ ഓടി ഒരു സിക്കമൂർ മരത്തിൽ കയറിയിരുന്നു. യേശു അതിലെയാണ് കടന്നു പോകാനിരുന്നത്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ്, വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിൻ്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. ഇത് കണ്ടപ്പോൾ അവരെല്ലാവരും പെറുപെറുത്തും, ഇവൻ പാപിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നല്ലോ. സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എൻ്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. യേശുവിനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു. ഇവനും അബ്രാഹത്തിൻ്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോമിശിഹായിലേറെ സ്നേഹിക്കപ്പെടുന്ന പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, നമ്മളിന്ന് വായിച്ച് കേട്ട 2 വചനഭാഗങ്ങളിലൂടെ നമ്മൾ കണ്ണോടിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം, 2 വ്യക്തിത്വങ്ങളെ കാണാൻ പറ്റും. ഒന്നാമത്തെ വായനയിൽ എലയാസം തൻ്റെ ജീവിതം, താൻ വിശ്വസിക്കുന്ന ജീവിത ദൈവത്തിൻ്റെ വചനത്തിന് വേണ്ടി, ജീവിത നിയമങ്ങൾക്ക് വേണ്ടി ബലി കഴിക്കുവാൻ പോലും തയ്യാറാകുന്നതും മറ്റുള്ളവർക്ക് ശ്രേഷ്ഠമായ ഒരു മാതൃക കൊടുക്കുന്ന എലയാസറിനെ കാണാൻ പറ്റും. നമ്മൾ മനസ്സിരുത്തി ഒന്നുകൂടെ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ കോരിത്തരിപ്പിക്കുന്ന ഒരു വിശ്വാസം എലയാസറിൽ കാണാൻ പറ്റും. നിരവധി ആളുകൾ അവർക്ക് നിഷിദ്ധമായിരുന്ന പന്നിമാംസം കഴിപ്പിക്കുവാനായിട്ട് പരിശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് തൻ്റെ വിശ്വാസത്തിന് തൻ്റെ ജീവനേക്കാൾ വിലയുണ്ട് എന്ന് തൻ്റെ കൂടെയുള്ളവരോട് പഠിപ്പിക്കുന്ന എലയാസിനെ കാണാൻ പറ്റും. ഇങ്ങനെ അപമാനിതനായി ജീവിക്കുന്നതിനേക്കാൾ നല്ലത്, അല്ലെങ്കിൽ പാപം ചെയ്ത് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അഭിമാനത്തോടെ മരിക്കുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വലിയ പീഡനമേൽക്ക്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു വലിയ വിശ്വാസത്തിൻ്റെ നേർക്ക നമ്മൾ കാണുമ്പോൾ നമ്മുടെയൊക്കെ ജീവിതങ്ങളെയും ഇപ്രകാരം ഈ ഒരു വചന വെളിച്ചത്തിൽ ധ്യാനിക്കുമ്പോൾ എന്തുമാത്രം നമ്മളൊക്കെ വളരേണ്ടിയിരിക്കുന്നു എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസത്തിൽ പലപ്പോഴും ഒത്തിരിയേറെ കോംപ്രമൈസുകളൊക്കെ നമ്മൾ ചെയ്യുന്നത് നമ്മളെ വിശ്വാസത്തിൽ മാത്രമാണ്. ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ പലപ്പോഴും കോംപ്രമൈസുകളൊന്നും ഇല്ലെങ്കിലും വിശ്വാസപരമായ കാര്യങ്ങളിലൊക്കെ ഒത്തിരിയേറെ കോംപ്രമൈസുകളൊക്കെ ചെയ്യും. നമ്മൾ വിശ്വസിക്കുന്ന നമ്മുടെ വിശ്വാസം, നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായ ആ ഒരു ദൈവത്തിലുള്ള വിശ്വാസം, അതിൽ വെള്ളം ചേർക്കാതെ അതിൽ ആഴമായ ഒരു ബോധ്യത്തോടെ വിശ്വാസത്തോടെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ടോ, അവിടെയാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതം ഏറ്റവും കൂടുതൽ ധന്യമാകുക. ഈ എലയാസറിൻ്റെ ജീവിത മാതൃക നമ്മുടെ വിശ്വാസത്തിൽ നമ്മൾ ജീവിക്കുന്നതിനും നമ്മൾക്ക് പ്രേരകമാകട്ടെ എന്ന് പ്രത്യേകം നമുക്ക് ഇന്ന ദിവസം പ്രാർത്ഥിക്കാം. രണ്ടാമതായിട്ട് ഈ ഒരു എലയാസറിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചൊരു കാര്യം, അവൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരൊക്കെ അവനെ പ്രലോഭിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴും അവൻ്റെ ജീവിതം ഏറ്റവും ശ്രേഷ്ഠമായതിനെ മുറുകെ പിടിച്ചു എന്നുള്ളതാണ് എലയാസറിൻ്റെ ഏറ്റവും വലിയൊരു ഗുണം. അതായത് താൻ വിശ്വസിക്കുന്നതിൻ്റെ വിശ്വാസ സത്യങ്ങളെല്ലാം എനിക്ക് ഏറ്റവും ശ്രേഷ്ഠമാണ് എന്നുള്ളൊരു വലിയ ബോധ്യം അവനുണ്ടായിരുന്നു. നമ്മൾ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ സുവിശേഷത്തിൽ കാണുന്നത് ഏറ്റവും ശ്രേഷ്ഠമായതിനെ കണ്ടെത്തുന്ന ഒരു വ്യക്തിയെ വീണ്ടും നമ്മൾ കാണുന്നുണ്ട്. അതായത് സക്കേവൂസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ചുങ്കക്കാരിൽ പ്രധാനിയാണ്, അതുപോലെ തന്നെ പാപികളിൽ ഒന്നാമനാണ്. അങ്ങനെ ഒത്തിരിയേറെ സ്വഭാവ സവിശേഷതകളൊക്കെ ഉണ്ടായിരുന്ന ഈ ഒരു സക്കേവൂസിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് എനിക്കും ഈശോയെ കാണും. കാരണം അതുപോലെ എല്ലാവരുടെയും ഇടയിൽ വളരെ പോപ്പുലറായി ഫേമസ് ആയിട്ട് രോഗശാന്തി ശുശ്രൂഷകളും അതുപോലെ തന്നെ ആശ്വാസമൊക്കെ പകർന്ന് വലിയ പ്രബോധനങ്ങളൊക്കെ നടത്തി കടന്നു പോകുന്ന ഈശോയെ എനിക്കൊന്ന് കാണണം. സ്വാഭാവികമായിട്ടുള്ള ഒരാഗ്രഹമായിരുന്നു. പക്ഷേ അവൻ്റെ ആഗ്രഹം മൂലം പലപ്പോഴും അവന് ഈശോയെ കാണാൻ പറ്റാത്തത് അവൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നൊരു കുറവായിരുന്നു. അവൻ്റെ പൊക്കക്കുറവ് അതൊരു വലിയ ഒരു കുറവായിരുന്നു. പക്ഷെ അവൻ്റെ ആ കുറവിനെ അവൻ അതിജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കും. അതായത് അവനിലുള്ള ക്രിസ്തുവിനെ, ഈശോയെ കാണണമെന്നുള്ള ആഗ്രഹം അവൻ്റെ കുറവുകളെ അതിജീവിപ്പിക്കുവാനായിട്ട് സജ്ജമാക്കുകയാണ്.
അതിനുശേഷം മരത്തിന് മുകളിൽ കയറി നിൽക്കുന്നു. അവിടുന്ന് ഇറങ്ങി വരുന്നു. ഈശോ പറയുന്നു, നീ ഇറങ്ങി വരിക. അവനെ കണ്ടു. ഇത്രയും ആൾത്തിരക്കിനിടയ്ക്ക് മരത്തിൻ്റെ മുകളിൽ ഒളിച്ചിരിക്കുന്നവനെ പോലും കാണുന്നവനാണ് ദൈവം. കർത്താവ് അവനെ മരത്തിൽ നിന്ന് ഇറക്കി കൊണ്ടുവന്നു. അവനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു വലിയ ഒരു സൗഭാഗ്യം സക്കേവൂസിന് ലഭിക്കുന്നു. പക്ഷേ അവിടെ കൊണ്ട് അവൻ്റെ ജീവിതം തീരുകയില്ല. അതായത് കർത്താവിനെ കണ്ടു, ഇനി എൻ്റെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് പോവല്ല, മറിച്ച് കർത്താവിനെ കണ്ടുമുട്ടിയ സക്കേവൂസിൻ്റെ ജീവിതം മാറുകയാണ്. അവൻ അതിന് ശേഷം ഒരു തീരുമാനമെടുക്കുന്നുണ്ട്. ഞാൻ ഇനി ആരെയും പറ്റിച്ചും വഞ്ചിച്ചും ഒന്നുമല്ല ജീവിക്കുന്നത്. ഞാൻ ആരെങ്കിലും വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അത് 4 ഇരട്ടിയായി തിരികെ കൊടുക്കുകയാണ്. എനിക്കിനിയും ഇങ്ങനെ ആരെയും പറ്റിച്ചുള്ള ജീവിതമല്ല വേണ്ടത്, ഏറ്റവും ശ്രേഷ്ഠമായതിനെ ഞാൻ കണ്ടെത്തി. അതായിരുന്നു സക്കേവൂസിൻ്റെ ഏറ്റവും വലിയ മാനസം. അപ്പോൾ അവിടെ ഈശോ പറയുകയാണ്, ഇന്ന് ഈ ഭവനം രക്ഷ പ്രാപിച്ചിരിക്കുന്നു. നമ്മൾ രക്ഷ പ്രാപിക്കുന്നത്, അതായത് ക്രിസ്തുവിനെക്കുറിച്ചുള്ള അറിവും ജ്ഞാനവും നമുക്ക് ലഭിച്ചാൽ മാത്രം പോരാ, ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന ആ ഒരു വലിയ നിലപാടുകളാണ്. പ്രിയപ്പെട്ടവരെ, 1-ാമത്തെ വായനയിൽ 2-ാമത്തെ വായനയിൽ ശക്തമായിട്ട് നമ്മൾ കാണുന്നത് ഈ പ്രതിസന്ധികളുടെ നടുവിൽ ഈ വ്യക്തിത്വങ്ങൾ എടുത്ത ആ ശക്തമായ നിലപാടുകൾ അവരെ രക്ഷയിലേക്ക് നയിക്കുകയാണ്. ഇന്ന് നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവേ, ജീവിതത്തിൽ പലപ്പോഴും വിശ്വാസമൊക്കെ ഹനിക്കപ്പെടുന്നതും വിശ്വാസമൊക്കെ നഷ്ടപ്പെട്ടു പോയതുമായ സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോഴും ശക്തമായ നിലപാടുകളോടെ നിന്നിലുള്ള വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ എന്ന് നമുക്ക് ഈ പരിശുദ്ധ കുർബാനയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അതിന് വേണ്ട കൃപയും അഭിഷേകവും നമുക്ക് നൽകി നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.